NCP വിമത നീക്കത്തിന് പിന്നാലെ ശക്തി പ്രകടനവുമായി ശരത് പവാർ വിഭാഗം. YB ചവാൻ സമാധിയിൽ പൊതുസമ്മേളനം നടത്തി. കോൺഗ്രസ് ഉദ്ധവ് വിഭാഗം നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് ശരത് പവാർ പറഞ്ഞു. साहब एक मिनट. क्रायसिस असला, संघर्ष असला किंवा काही नवीन उभं करायचं असलं तर प्रामुख्यानं 2 शहरांची मी निवड करतो. त्याच्यामध्ये सातारा एक आणि कोल्हापूर एक. राष्ट्रवादी काँग्रेस पक्षात आमचे अनेक सहकारी ज्यांना അജിത് പവാർ ഉൾപ്പെടെയുള്ള 9 നേതാക്കൾക്കെതിരെ പാർട്ടി അയോഗ്യതാ നോട്ടീസും നൽകി. നിയമസഭാ സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതിയും നൽകിയിട്ടുണ്ട്. അതേസമയം അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതും പേരിനും ചിഹ്നത്തിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും നീക്കമുണ്ട്. അജിത് പവാറിന്റെ വസതിയിൽ MLA-മാരുടെ യോഗം ചേർന്നു. തുടർന്ന് ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ചയും നടത്തി. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, സാധ്യമായ നിലയിൽ പാർട്ടി വിട്ടവർക്കെതിരെ നടപടികളിലേക്ക് ശരത് പവാർ വിഭാഗം നീങ്ങുന്നു. ഒപ്പം ഇന്ന് ശരത് പവാർ മുംബൈയിൽ തിരിച്ചെത്തി. അതൊരു ശക്തി പ്രകടനമായി തന്നെ മാറുന്ന സാഹചര്യമാണ് കണ്ടത്. എന്തൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്? ശരത് പവാർ അറിഞ്ഞാണ് ഇത്തരം നീക്കമെന്ന പോലും ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. എന്താണ് ശരത് പവാറിന്റെ വാക്കുകൾ? നേരത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പിന്നീട് അതൊരു ശക്തി പ്രകടനമായി മാറുന്നതാണ് കണ്ടത്. YB ചവാൻ സമാധിയിലായിരുന്നു ഈ ഒരു ശക്തി പ്രകടനം കണ്ടത്. അവിടെ വലിയൊരു ജനാവലി തന്നെ ശരത് പവാറിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഉദ്ധവ് വിഭാഗവും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. വലിയ ജനാവലി തന്നെയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ ഒരു യോഗത്തിൽ അദ്ദേഹം പ്രധാനമായും ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള മറുപടി ജനങ്ങൾ നൽകും. ഒപ്പം തന്നെ ആശങ്കയില്ല. ഒപ്പം ഈ നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് NCPയെ തകർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തി ഉണ്ടായത്. കൂടാതെ തന്നെ പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ പാർട്ടികളെയും തകർക്കുന്നതിനുള്ള ശ്രമമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി എതിർക്കും. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം ഈ ഒരു മറുകണ്ഠം ചാടലോടുകൂടി കൂട്ടിയുറപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കൂടാതെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ സമാന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് അന്നും പാർട്ടി കൂടുതൽ ഊർജ്ജസ്വലമായി തിരിച്ചു വരികയും ചെയ്തു. അതേ രീതിയിൽ പാർട്ടിയെ പുതുക്കി പണിയാനുള്ള ഉത്തരവാദിത്തം തനിക്കാണുള്ളത്. അത് താൻ ചെയ്യുകയും ചെയ്യുമെന്നാണ് അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശരത് പവാർ വ്യക്തമാക്കിയത്. അതേസമയം അജിത് പവാറിന്റെ നേതൃത്വത്തിലും തിരക്കിട്ട ചർച്ചകൾ നടന്നു. MLA-മാരുടെ യോഗം ഇന്ന് അദ്ദേഹം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ പ്രഫുൽ പട്ടേലിനടക്കമുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കവും ശരത് പവാർ നടത്തുകയും ചെയ്തു. അതായത് NCP ആസ്ഥാനത്ത് നിന്ന് പ്രഫുൽ പട്ടേലിന്റെ ഫോട്ടോകൾ അടക്കം നീക്കം ചെയ്യുകയും ചെയ്തു. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധവും അവിടെ അരങ്ങേറുകയും ചെയ്തു. ഇതിനുശേഷം അജിത് പവാറിന്റെ MLA-മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം സ്പീക്കറെ കണ്ട ഇരു നേതാക്കളും സ്പീക്കറെ കണ്ട കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഈ ഒരു അയോഗ്യത നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ ഇത് സ്പീക്കറുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നിലവിൽ അയോഗ്യത മറികടക്കാൻ 36 പേരുടെ പിന്തുണ വേണം. 40 പേരുടെ പിന്തുണ ഉണ്ട് എന്നുള്ള അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ സംബന്ധിച്ച് തന്നെ വളരെ നിർണായകമാണ് ശരത് പവാറിനെ സംബന്ധിച്ച്. ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ പേരിനും ഒപ്പം തന്നെ ചിഹ്നവും അവകാശപ്പെട്ടുകൊണ്ട് അജിത് പവാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ശരത് പവാർ വിഭാഗത്തിന്റെ നീക്കം. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഒരിടവേളയിലേക്ക് കൂടി പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.